DG Freshmatic Liquid Detergent ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG Your One Cup Magic. അതിഥി വന്നാൽ പിന്നെ എല്ലാം സ്പെഷ്യലാണ്. തിരഞ്ഞെടുക്കൂ അതിഥി മാർവൽ കേക്കുകളും റസ്കുകളും. എല്ലാവരും ആക്ച്വലി ഷോ കാണാറുണ്ട്, വലിയ ഫാനാണ്. ഇപ്പൊ വിഷയം മാറി കോമഡി അടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റും. ഞാൻ ഹോസ്റ്റ് ആയിട്ടിരിക്കും. വീട്ടില് മറ്റേ ആന്റി വന്നിട്ട് മോനെ ഡാൻസ് ആരോ പറഞ്ഞു ട്രൗസർ ഇട്ട് കഴിഞ്ഞ ഇപ്പൊ നല്ല ട്രെൻഡാണ്, ദീപക് അത് പ്രമാണിച്ച് വന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് നിങ്ങൾ സ്റ്റാൻഡേർഡ് കോമഡി. ചിരിച്ചിട്ട് പറയുന്നത് അല്ല, അത് ഞാൻ ചളി ആസ്വദിക്കുന്ന ഒരാളാണ്. ആസ്വദിക്ക് മാത്രമല്ല ഒരുപാട് ഉത്പാദിപ്പിക്കുന്ന പ്ലീസ് ഇത് വേണോ എന്നാ പരിപാടി? ഞാൻ ഇവരോട് പറഞ്ഞു നമ്മൾ പകുതി എഫർട്ടാണ്, കാരണം കൈ ബാക്കി കഴിയുന്നിട്ട് ചിരിച്ചോളും. അല്ല മാലയ ശരി, അത് പ്രത്യേകം പറഞ്ഞായിരുന്നു. നമുക്ക് പകുതി പണിയുള്ളൂ. സ്റ്റാൻഡപ്പ് കോമഡിയിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് അനക്ഡോട്ടൽ കോമഡി. അതാ സ്റ്റോറി ടെല്ലിംഗ് ആണ് ബേസിക്കലി, അല്ലേ? അതെ, കഴിഞ്ഞ തവണ അവന്റെ പെർഫോമൻസ് കൊണ്ട് ഒരാൾ പറഞ്ഞു പ്രസംഗം നല്ലതായിരുന്നു. സ്റ്റാൻഡപ്പ് ശബരി എന്നാണ് ഇൻസ്റ്റാ ഐഡി. എല്ലാവരും സ്റ്റാൻഡപ്പ് ശബരി എന്നാണ് പറയുന്നത്. പക്ഷേ ശബരി പെർഫോം ചെയ്യുന്ന ആൾക്കാർ ഈ കോമഡി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോണേ. എനിക്ക് നല്ല സ്റ്റാൻഡപ്പ് കോമഡിക്ക് ഒരു ഭാവി ഉണ്ടെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് വന്ന് ഷുവറായിട്ട് വരണം. കാരണം വീണപ്പോൾ ഒരാൾക്ക് എന്തായാലും സ്റ്റാൻഡപ്പ് കോമഡി ശോഭിക്കാൻ പറ്റും. ഇനി തന്നെ ഇവിടെ മഴ പെയ്യുന്നില്ല, പക്ഷെ അരൂര് ഭാഗത്ത് അനീസ്, ജോൺ, ദീപക്, ശബരി ആൻഡ് മഹാദേവ്. അമ്മോ, ഞാൻ ഇത്രയും കൃത്യമായിട്ട് അറിഞ്ഞില്ലേ? ഇത്രയും പറയാനായിട്ട് ഞാൻ ഒത്തിരി നേരമായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളോട് ആദ്യമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് നമ്മൾ മറ്റേ ആ ശ്രീനിവാസൻ പറയണ പോലെ ഒരു പ്ലേറ്റിലേക്ക് കട്ടിങ് ഷേവിങ് എടുത്തോന്ന് പറയണ പോലെ 4 കോമഡി അടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ ശബരിക്ക് പറ്റും. കട്ടിങ് ഷേവിങ് ശബരിക്ക് ദീപക്കിന് മറ്റൊരു പ്രത്യേകത ഉണ്ടെന്ന് എന്നോട് ഇവർ പറഞ്ഞിരുന്നു. അതായത് ഇംഗ്ലീഷിൽ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന 2 മലയാളികളാണ് ഈ 2 പേരും. സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സ്റ്റാൻഡപ്പ് കോമഡി പറയണേൽ എന്തോ ഒരു ധൈര്യം ഇല്ലാതെ. ഞാൻ പറയാം, എനിക്ക് ഉളുപ്പില്ലാതെ പറയാൻ പറ്റും. സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ഏറ്റവും കോമഡി ശബരിയാണ്. അത് കേട്ട്. പക്ഷെ അനീസിന് മറ്റു പ്രത്യേകത ഉണ്ട്. അനീസ് സ്റ്റാൻഡപ്പ് കോമഡി അല്ല ചെയ്യുന്നത്, സ്റ്റോറി ടെല്ലർ ആണെന്നാണ് എല്ലാവരും ഇവർക്ക് പറഞ്ഞത്. അതെന്താ കഥ? സ്റ്റാൻഡപ്പ് കോമഡിയിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് അനക്ഡോട്ടൽ കോമഡി. അതാ സ്റ്റോറി ടെല്ലിംഗ് ആണ് ബേസിക്കലി. ഞാൻ സ്റ്റോറി ടെല്ലർ ആയതുകൊണ്ട് എന്റെ കഥകൾ ഭയങ്കര ഫണ്ണി ആയതുകൊണ്ട് ഞാൻ സ്റ്റോറി ടെല്ലറാണ് ഞാൻ മെയിൻ ആയിട്ട് പിടിക്കുന്നത്, അല്ലേ ശബരി ദീപക്? അതെ, കഴിഞ്ഞ തവണ അവന്റെ പെർഫോമൻസ് കൊണ്ട് ഒരാൾ പറഞ്ഞു പ്രസംഗം നല്ലതായിരുന്നു. മഹാദേവൻ ശരിക്കും ഭയങ്കര തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റാണ്. മഹാദേവൻ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക എപ്പോഴും. അതിപ്പോ ഹോബിയായിട്ട് ഊബർ ഓടുന്നുണ്ട്. പക്ഷെ എന്നോട് ഇവരൊക്കെ പറഞ്ഞ എന്താണെന്നറിയോ, കാര്യം സ്റ്റാൻഡപ്പ് കോമഡിയൻ ആണെങ്കിലും ഭയങ്കര ചൂടനാണ് മഹാദേവൻ. നമ്മൾ വരുന്നതിന് മുന്നേ തള്ളി വെച്ചേക്കും. തകർക്കാൻ വേണ്ടിയുള്ള മനഃപൂർവ്വമുള്ള ഇതാണ് നമ്മൾ. ഇതുകൊണ്ട് ഞാൻ സമയത്ത് എത്തണമെന്ന് വിചാരിക്കാറുണ്ട്. ഒരാളെ എത്തിയില്ലെങ്കിൽ ബാക്കി നല്ലൊരു പ്രശ്നം ഉണ്ടാകും. ദീപക്കെന്താ മിണ്ടായിരുന്നു? ദീപക്കാണ് ഇതിനകത്ത് ഏറ്റവും വലിയ നിർത്തത്തില്ല. പേര് ചോദിച്ചാൽ മതി, പിന്നീട് അങ്ങോട്ട് പിന്നീട് അരമണിക്കൂർ ഷോ ഫില്ല് ചെയ്ത് തരുമെന്നാണ് എന്നോട് ആദ്യമേ പറഞ്ഞത്. പക്ഷെ എന്നിട്ട് മിണ്ടാതിരിക്കുന്ന എന്താ? തമാശയായി പോകുന്നുണ്ട്, ഞാൻ വെറുതെ വന്നൊക്കെ നല്ലപോലെ പോകുന്നുണ്ടല്ലോ. ആൾക്കാർ നിർത്തുമ്പോ ഞാൻ തുടങ്ങാം. അങ്ങനെയാണോ? ഞാൻ ചോദിക്കാൻ വരുന്നത്, ശോഭ ചിരിക്കുന്നില്ലേ? എന്താ പരിപാടി? ശോഭ ഇപ്പോ 3 ജില്ലകളിൽ ചിരിച്ചു: തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. നമ്മള് ഈ കഴിഞ്ഞ സെക്കൻഡ് വേവിന്റെ സമയമാണ് മലയാളം സ്റ്റാൻഡപ്പ് കോമഡിയിൽ ശരിക്കും ഒരു വേവ് തന്നെ ഉണ്ടായത്. ഒരു ചിരി, 2 ചിരി, ബമ്പർ ചിരിയുടെ കൂടെ. അപ്പൊ മലയാളം സ്റ്റാൻഡപ്പ് കോമഡി ആൾക്കാർ അറിയപ്പെട്ട ഒരു സാധനമായി. അപ്പൊ നമ്മള് നവംബർ തൊട്ട് ശോഭ ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു ലൈനപ്പ് ഷോ ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരുടെ ആണോ? CCP എന്ന് പറഞ്ഞൊരു കളക്റ്റീവാണ് നമ്മള്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഓരോരുത്തർ കഴിയുമ്പോഴത്തേക്കും അതിനെ കണക്ട് ചെയ്ത് അടുത്ത ആള് കോമഡി പറയോ? ലൈനപ്പ് ഷോ ആണ്. ഒരു ഹോസ്റ്റും കാണും, പിന്നെ 5-6 പെർഫോമേഴ്സും കാണും. ഹോസ്റ്റ് പോവും, ക്രൗഡുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യും. ആ സംഭവം ആദ്യത്തെ ആക്ടിനെ വിളിക്കും.
നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെഫറൻസുകൾ ഉപയോഗിക്കാറുണ്ട്. ഞാനൊരു റിക്വസ്റ്റ് ചെയ്തോട്ടെ, ഞാൻ ഹോസ്റ്റ് ആയിട്ടിരിക്കാം. അപ്പൊ ഞാൻ ഹോസ്റ്റ് ആയിട്ടിരിക്കാം. നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി ചെയ്ത ഏതെങ്കിലും ഒരെണ്ണം ജസ്റ്റ് ഒന്ന് എനിക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ട് ഒന്ന് ചെയ്യാവോ? അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ചെയ്യൊരു ക്രൗഡ് ഇൻട്രാക്ഷൻ. മറ്റേ വീട്ടില് മറ്റേ ആന്റി വന്നിട്ട് മോനെ ഡാൻസ് അങ്ങനെ പറയുമ്പോ നമ്മൾ പിള്ളേരെ കൊണ്ട് ഡാൻസ് കളിക്കാറില്ലേ? പക്ഷെ ഇതങ്ങനെ കളിക്കണം, അതാണ് പ്രത്യേകത. ഇത് കണ്ട എന്നെ കണ്ടിട്ട് മാത്രമേ പിള്ളേരായിട്ട് തോന്നിയിട്ടുള്ളൂ കേട്ടോ. സോറി. നമ്മള് ഹോസ്റ്റ് ആയിട്ട് പോയിട്ട് നമ്മള് പറയും നിങ്ങളാണ് കാശ് കൊടുത്ത് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ചിരിക്കണം എന്നുള്ള ഒരു ഐറ്റം പറഞ്ഞ് പിന്നെ നമ്മൾ തമാശ പറയുന്നു. അതെ, ആരോ പറഞ്ഞു ട്രൗസർ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ട്രെൻഡാണ്, വൈറലാവുന്നത്. ദീപക് അത് പ്രമാണിച്ച് വന്നിരിക്കുകയാണ് എല്ലാരും. ഇതൊക്കെയാണ് നിങ്ങൾ സ്റ്റാൻഡപ്പ് കോമഡി? ഇതൊക്കെയായിരുന്നോ? ശബരി മറ്റേ സൂപ്പർ സാധനം ഇത് എല്ലാരും ചിരിക്കുന്ന മറ്റേ ഇവരെന്നെ വിക്കണയാണ്. ഞാൻ നിന്നോടുക്കില്ല. ഇതൊരു ചാലഞ്ച് ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. മാധവനൊക്കെ ഒരു തമാശക്ക് 5000 മേടിക്കും അല്ലേ? അതാണൊന്നും പറയാത്തത്. മാധവന്റെ ഇപ്പൊ തലയിലൊരു തമാശ വന്നു 50,000 രൂപ കൊടുക്കേണ്ടി വരും. അല്ല, അത് പോക്കറ്റിൽ കാശും വെച്ചാണ് ആൾക്കാർ മാധവനെ തമാശ. അല്ല, എങ്ങനെയൊക്കെ ബുദ്ധിപരമായി നമ്മളെ കൊണ്ട് പറയിക്കാം എന്നുള്ള പ്രഷർ ആയിട്ട് എടുക്കണം, ചാലഞ്ച് ആയിട്ട് എടുക്കണം, ഒരു ഷോട്ട് ഒരു സാമ്പിൾ ആയിട്ട് കണക്കാക്കണം. അത്രേ ഉള്ളൂ. മഹാദേവ പ്ലീസ് ഇത് വേണോ? എന്നാ ഇത് പരിപാടി? എന്നോട് ഇന്റർവ്യൂ ആണല്ലോ പറഞ്ഞത്, തമാശ പറയണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ നിങ്ങളൊക്കെ ഭയങ്കര കൊമേഡിയൻസ് ആണ്. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചറവറാന്ന് കോമഡി എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ അത് പ്രതീക്ഷിച്ചാണ് വീണയുടെ കൂടെ ഇന്റർവ്യൂ. വീണയുടെ പോലെ ഒരു ഹോസ്റ്റ് വരുമ്പോൾ നമുക്ക് നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കുന്നതാണ് അനീസ് പറഞ്ഞത്. ഞങ്ങൾ എല്ലാവരും ആക്ച്വലി ഷോ കാണാറുണ്ട്, വലിയ ഫാനാണ്. ഇപ്പൊ വിഷയം മാറിയില്ല. ഞങ്ങള് നേരത്തെ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞു വെച്ചായിരുന്നു നമ്മൾ പരസ്പരം ഒരു സഹകരണ സംഘത്തിൽ പോകണം. എന്നെ കുറച്ചേരം നിങ്ങൾ പുകഴ്ത്തും, നിങ്ങളെ കുറച്ചേരം ഞാൻ അതെന്താന്ന് വെച്ചാൽ ഇവര് സഹകരിക്കുന്നില്ല. കുറെ നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു, എന്നെ കുറിച്ച് എന്തെങ്കിലും പറയുന്നില്ല. സംഭവം ശരിക്കും അടിപൊളിയാണ്. നമ്മൾ മറ്റേ കോളേജ് ഫെസ്റ്റിന് വേണ്ടി ആശംസകൾ ഞാൻ നമ്മളിങ്ങോട്ട് വരുമ്പോഴേ ഞാൻ ഇവരോട് പറഞ്ഞായിരുന്നു, ഞാൻ ചേച്ചിയുടെ എല്ലാ ഇന്റർവ്യൂവും കാണാറുണ്ട്. നിങ്ങൾ ഒരേ പ്രായമായിരിക്കും അല്ലേ? അല്ല, സീരിയസ്ലി നമ്മൾ എല്ലാവരും ഇന്റർവ്യൂ ഞാൻ പേഴ്സണലി കാണാറുണ്ട്, കൂടുതലും കേൾക്കാറുള്ളത്. ഞാൻ ഇതിനു മുമ്പ് ഓഫ് ദ ക്യാമറ പറഞ്ഞു, ഇപ്പൊ ഒന്നുകൂടി പറയുന്നു. അതെ, ഞാൻ ഇവരോട് പറഞ്ഞു നമ്മൾ പകുതി എഫർട്ടാണ്, കാരണം ചേച്ചി ബാക്കി കയ്യിൽ നിന്നിട്ട് ചിരിച്ചോളും. അല്ല, മാല ശരി, അത് പ്രത്യേകം പറഞ്ഞായിരുന്നു, നമുക്ക് പകുതി പണിയുള്ളൂ. ഇത് വേറെ ഏതോ ഒരു ഇന്റർവ്യൂല് മുന്നേ പറഞ്ഞ ചളിയാണ്. ഞാൻ അപ്പൊ ഏതായാലും ആ കൊച്ചിൻ കോമഡി പ്രൊജക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വലിയ പരിപാടിയൊക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് ഒരു ലൈൻ ഓഫ് കോമഡി പറയാൻ പറ്റുന്നില്ലേ? അല്ല, നമുക്ക് ഇത് കഴിഞ്ഞ് ഫുട്ടേജിന്റെ ഒരു ക്ലിപ്പ് തരാം. കാരണം ഇത് ലൈവില് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സോഫ നമുക്ക് ആളുകൾ ചിരിക്കുന്ന ലൈവില് ഒരു ചെറിയൊരു. അതെ, ഞാൻ ചിരിക്കാനില്ലേ? നിങ്ങൾ ലൈവ് ഷോയ്ക്ക് വരും, അപ്പൊ നിങ്ങൾക്ക് ചിരിക്കാലോ. അങ്ങനെ വെക്കുന്നല്ലേ ഏറ്റവും നല്ലത് അല്ലേ? അല്ലെങ്കിൽ 249 രൂപ തരും. അനീസിന്റെ ഡാൻസും കാണും. ഇങ്ങനെയൊന്നും പറയുന്നത് കേട്ടോ, ആരും വരത്തില്ല കേട്ടോ. ഡാൻസിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കാം. അങ്ങനെയുണ്ടോ? മാതക നൃത്തമല്ലേ അനീസിന്റെ ഡാൻസ്? ആൾക്കാർ ഞാൻ കോമഡി പറയുമ്പോൾ അത്ര ആൾക്കാർ ചിരിക്കാറില്ല. അതെന്താ എഴുന്നേറ്റാ അത് എക്സ്ക്ലൂസീവ് ലൈവില് മാത്രമേ ഉള്ളൂ. ലൈവില് മാത്രമേ ഉള്ളൂ. വീഡിയോ എടുത്തിട്ട് ആൾക്കാർ അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ സ്റ്റാൻഡപ്പ് കോമഡി എന്നൊക്കെ പറയുന്ന അതൊരു ശരിയാണ്, ഒരു കലാരൂപമായിരിക്കും. പക്ഷെ അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ആയിരിക്കുന്നു എന്തോ സംശയം. ഇന്റർവ്യൂ എടുക്കുക എന്ന് പറയുന്ന ഒരു തൊഴിലായിരിക്കും. അതാണ്. അതുകൊണ്ട് നമുക്ക് അത് മാത്രം എന്നുള്ളൊരു അവസ്ഥയിൽ നമുക്ക് കേരളത്തിൽ ശരിക്കും സ്റ്റാൻഡപ്പ് കോമഡി ഒരു കലാരൂപമാണെന്ന് ആൾക്കാർക്ക് സംശയമുണ്ട്. ശരിക്കും ന്യായമായി ചോദിക്കുന്ന ആളുകൾക്കുണ്ട് ഇതുകൊണ്ടൊക്കെ നടക്കും. കാരണം ഞാനൊരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ആൾക്കാർ ചോദിക്കും, നീ ഇത് ജോലി കളഞ്ഞിട്ട് അതിന് പോവാണെന്നൊക്കെ ആൾക്കാർ ചോദിക്കും. ശരിക്കും ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല അല്ലേ? അല്ല, നല്ല ശരിക്കും സ്റ്റാൻഡപ്പ് കോമഡി ഒരു ലൈവ്ലിഹുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആർട്ട് ഫോം ആൻഡ് പ്രൊഫഷൻ തന്നെയാണ്. ആ സീൻ കേരളത്തിൽ ബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളോടൊപ്പം തന്നെ കുറച്ചുകൂടി ആൾക്കാർക്ക് കൂടെ നമുക്ക് ഒരാളെ സ്പേസ് കൊടുക്കുന്നത്. നമ്മൾ മാർച്ചിൽ ഒരു 500 ടിക്കറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു.
മാർച്ചില്. എനിക്ക് തോന്നുന്നു ആ കൊറോണയൊക്കെ ഭയങ്കര മൂർധന്യാവസ്ഥയിൽ നിന്ന സമയത്തും കൂടുതൽ ആൾക്കാർ വന്നായിരുന്നോ? ഇല്ല, ആ സമയത്ത് എന്തെങ്കിലും ഒന്ന് ചിരിക്കണ്ടേ ആൾക്കാർക്ക്? അതിന് വേണ്ടിട്ടെങ്കിലും ആ സമയത്ത് നമ്മൾ ലൈവ് ചെയ്തിട്ടില്ല, ലൈവ് പോസ്റ്റ് ചെയ്തിട്ടില്ല. ആ സമയത്ത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. ജോൺ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഫോക്കസ് ചെയ്തേക്കുന്ന ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ബേസിക്കലി സ്റ്റാൻഡപ്പ് കോമഡി ഫോക്കസ് ചെയ്യുന്നു. ഇത്ര നാൾ ഫോക്കസ് ചെയ്യാൻ സ്ഥലം ഉണ്ടായിരുന്നു. ഞാനിപ്പോ ജസ്റ്റ് പാസ് ഔട്ടാ ഇപ്പൊ ഇതിലോട്ട്. എനിക്ക് പ്രായമായിട്ടില്ല, അതുകൊണ്ട് സമയമുണ്ട്. സ്റ്റാൻഡപ്പ് കോമഡിയും ജസ്റ്റ് പാസ് ഔട്ട് ആണ്. മഹാദേവനൊക്കെ വേറെ പ്രത്യേകിച്ച് ഇതിന്റെ ആവശ്യമില്ല. അവ എല്ലാ മാസം മനോരമേന്ന് ഒരു ബമ്പർ വെച്ചടിക്കുന്ന ആളാണ്. ഒരു ബമ്പർ 50,000 രൂപയാണ്. ആദ്യം ഒരു മാസം ചിലപ്പോൾ 2 ബമ്പർ വരെ അടിക്കും. ടൈറ്റ് വരുമ്പോ കൂടുതൽ പോകും. അതെ, അങ്ങനെയാണ്. എവിടുന്നാ ഈ കോമഡി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോണേ? അങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? കാശിന് ആവശ്യം വരുമ്പോഴത്തേക്ക് കണ്ടന്റ് എവിടെ നിന്ന് വരാറില്ല. അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു അവനൊന്നും കാശിന് ആവശ്യമില്ലാത്തവരാണ്. കാശിന് ഒരു ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ബർമുട കിട്ടണോ. നമ്മൾ ഓപ്പൺ മൈക്ക് എന്ന് പറഞ്ഞ ഇവന്റ്സ് വെക്കാറുണ്ട്. പിന്നെ ഇതേപോലെ ചിലപ്പോ ഷൂട്ടിംഗ് ഉള്ള ദിവസം അതിന്റെ തലേ ദിവസം കുറെ തമാശ ഉണ്ടാവും ഭാഗ്യത്തിന്. അപ്പൊ അങ്ങനെ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ടാണ് വരുന്നത്. സംഭവിക്കാനല്ലേ. പിന്നെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴും തോന്നുന്നൊക്കെ മൊബൈലിലൊക്കെ നോട്ട് ചെയ്തിടും. എന്തെങ്കിലും കോമഡി ഒരു തമാശ ഞാൻ പതുക്കെ അടുത്ത ഷോയിൽ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അതാണ് നമ്മളത് ഇറക്കുമ്പോ നമ്മളൊരു 3-4 സ്റ്റേജ് പെർഫോം ചെയ്ത് അത് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്നറിയോ, ജോൺ ഇത്തിരി മുന്നേ ഒരു തമാശ ഇറക്കി, നേരത്തെ പറഞ്ഞ് ചളിയായിട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സൂപ്പറായിട്ട് വർക്ക് അല്ല, കോമഡി അങ്ങനെയല്ല, ചിലപ്പോൾ നന്നായി വർക്കാവുന്ന സാധനം അത് ഓഡിയൻസിനനുസരിച്ചിരിക്കും. ചിലർക്ക് അത് തീരെ ഇഷ്ടപ്പെടില്ല. ദീപക് ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഞാൻ വിപ്രോയില് വർക്ക് ചെയ്യാണ്. ശബരി ഞാൻ സ്റ്റാൻഡപ്പ് ചെയ്യും. ഞാൻ സ്റ്റാൻഡപ്പ് അല്ല, ഇവന് നമ്മൾ എത്ര സ്റ്റാൻഡപ്പ് കോമഡി ആണെന്ന് പറയാൻ നിങ്ങൾ എല്ലാവരും മറ്റെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അല്ല, ദീപകിന് ഞാൻ എല്ലാ സ്ഥലത്തും ആള് കേരള എൻട്രൻസ് ഫസ്റ്റ് റാങ്കാരനാണ്, IIT കാരനാണ്, IIM കാരനാണ്. വെറുതെ ആദ്യം പറഞ്ഞല്ലേ ഇവന് പൈസക്ക് ഒരു ആവശ്യമില്ല. ഞാൻ തമാശക്ക് പറഞ്ഞത് കാര്യമായിട്ട് പറഞ്ഞു. ഈ കൂട്ടത്തില് എല്ലാവരുടെയും ശമ്പളത്തിനേക്കാൾ ഒരുമിച്ചുള്ള ശമ്പളമാണ് പോയി ശമ്പളം മേടിച്ച് ബാക്കി ഇവരെയൊക്കെ പോറ്റുന്നത് ദീപക്കാണോ? എന്റെ ആവശ്യം വന്ന് ചില സമയങ്ങളിലൊക്കെ. ഇപ്പൊ മഹാദേവന്റെ ബമ്പർ കാശിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് കാശിന് ആവശ്യമുള്ളപ്പോഴത്തേക്ക് മഹാദേവനോട് ഒരു ബമ്പർ പറയാം. മനോരമയിലേക്ക് പറഞ്ഞിട്ട് മനോരമയോട് ബമ്പർ അടിക്കും, 50,000 1 ലക്ഷം വാങ്ങിച്ചോണ്ടിരും, ഞങ്ങൾ അടിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ പുള്ളി പോസ്റ്റ് ഓഫീസിൽ വരുന്ന മണി ഓർഡർ അതുകൂടെ പറയുന്നത് ജോലി മഹാദേവാ ആക്ച്വലി എവിടെന്നാ ഇങ്ങനെ ബമ്പർ അടിക്കാനുള്ള അത്രയും കോമഡി കിട്ടുന്നത്? അത് ആദ്യം ചെയ്ത് തന്നപ്പോ 1-2-3 ബമ്പർ അടിച്ചു. പിന്നെ അത് അതേ തന്നെ ഇപ്പൊ പ്രഷറായി തുടങ്ങിയോ? ഇവരെല്ലാരും കൂടെ അതിനു വേണ്ടി പറഞ്ഞു വിടുന്നു. അവര് തമാശക്കാറൊന്നുമല്ല, ഞാനത് കണ്ടന്റ് ആകുമ്പോഴേ പോവാറുള്ളൂ. നമ്മളിത് ഒന്ന് ബമ്പർ ഇങ്ങനെ അടിച്ചടിച്ച് വന്നപ്പോഴത്തേക്ക് അതിന് താഴെ പോവാത്തൊരു സംഭവം വന്നപ്പം പിന്നെ നമുക്കും താഴെ പോകരുതെന്നുള്ള സംഭവം ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മളിപ്പോഴും കുറെ വർക്ക് ചെയ്തിട്ട് ആ ഒരു കണ്ടന്റ് ചെയ്യുന്നത്. ഈ നമ്മുടെ കേരളത്തില് ഇംഗ്ലീഷില് സ്റ്റാൻഡപ്പ് കോമഡി ഉള്ള സ്റ്റേജുകൾ വന്നിട്ടുണ്ടോ? ഉണ്ട്, നമ്മള് തന്നെ ഇംഗ്ലീഷിൽ ഷോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെ ആണോ? അല്ലല്ല, വേറെ നമുക്ക് കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോ ഒരു 19 ആർട്ടിസ്റ്റ് ഉണ്ട് ടോട്ടലായിട്ട് നമ്മുടെ കളക്റ്റീവിൽ നിന്ന്. ഇംഗ്ലീഷിൽ ഷോ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളിപ്പോ 150-200 ടിക്കറ്റ് സീറ്റ് ഉള്ളതൊക്കെ ചെയ്യുന്ന മലയാളത്തിലേ ചെയ്യാൻ അല്ല, പറ്റും. ഈവൻ ഇംഗ്ലീഷ് നമുക്ക് മലയാളം ഇല്ലാത്ത ആളുകൾ നമ്മൾ ചേർന്ന് ട്രിവാൻഡ്രത്ത് സ്റ്റാൻഡപ്പ് റൂളിന്റെ പേരിൽ ഒരു ഇംഗ്ലീഷ് സ്റ്റാൻഡപ്പ് ഷോ ചെയ്തായിരുന്നു. അതിന് 120 ആൾക്ക് സീറ്റ് ക്രൗഡ് ഫില്ലായിട്ടൊരു ഷോ ചെയ്തു. നമ്മൾ ഇംഗ്ലീഷിലെ ഏറ്റവും ടോപ്പ് ഷോ അതായിരുന്നു. അപ്പൊ ഈ കുറച്ച് ആൾക്കാർക്ക് ഇപ്പൊ എനിക്ക് നല്ല സ്റ്റാൻഡപ്പ് കോമഡിക്ക് ഒരു ഭാവി ഉണ്ടെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് വന്ന് ജോയിൻ ഷുവർ ആയിട്ട് വരണം. കാരണം വീണേപ്പോൾ ഒരാൾക്ക് എന്തായാലും സ്റ്റാൻഡപ്പ് കോമഡി ശോഭിക്കാൻ പറ്റും. ഞാൻ എന്നെ കുറിച്ചല്ല ചോദിച്ചത്, പക്ഷെ എനിക്ക് എന്റെ മനസ്സ് നിറഞ്ഞു കേട്ടോ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും. ഇനി എന്നെ നമ്മള് റൈറ്റിംഗ് സെഷൻസ് വെക്കാറുണ്ട്, ഫീഡ്ബാക്ക്. പിന്നെ ഇതേപോലെ ഓപ്പൺ മൈക്ക് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഇല്ലാത്ത ഒരു ഇവന്റ് ആണ്. അപ്പൊ അവിടെ വന്നാണ് നമ്മൾ കുറച്ച് ജോക്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഭയങ്കര തുടക്കക്കാരായ ആൾക്കാർക്ക് അവിടെ വന്ന് കുറച്ച് സ്റ്റേജിൽ കംഫർട്ടബിൾ ആവാം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളും യൂസ് ചെയ്യുന്ന ഒരു സംഭവം. അവിടെ ഒരുപാട് ജോക്സ് ട്രൈ ചെയ്യരുത്, കാരണം ദീപക് അതൊക്കെ എഴുതിയെടുക്കാറ്. അല്ല, ഈ ദീപക് സ്റ്റാൻഡപ്പ് കോമഡി പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റണല്ലോ. കാരണം എന്തൊക്കെ പറഞ്ഞിട്ട് ചളി പറ്റുന്നില്ല. ഞങ്ങൾ എല്ലാവരും നിലവാരത്തിലേക്ക് ഒരേ നിലവാരത്തിലേക്ക് ഇറങ്ങി. ദീപക് എന്ത് ചെയ്തിട്ടോ IIM തന്നെ നിൽക്കാണ്, അതിലേക്ക് വരുന്നില്ല. ആണല്ലേ? എന്ത് ചെയ്യാനാ നിങ്ങളെ ഞാൻ ബമ്പർ ചിരി പരിപാടിയിലൊക്കെ പോയപ്പോ എനിക്ക് മനസ്സിലായത് അതാണ്. എന്നെ കൊണ്ട് പറ്റുന്നില്ല.
കൊട്ടാണ്. ഇല്ല, ഇല്ല. അവിടെ പോയി 1 ലക്ഷം വാങ്ങിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞ ആൾക്കിട്ട് എന്നെ കൂടെ പറ്റണില്ല ആ ലെവലിലേക്ക് ഇറങ്ങാൻ. പറ്റുന്നില്ല, പുള്ളിയുടെ കോമഡി ഉണ്ടാക്കാൻ കോമഡി ഉണ്ടാക്കാൻ പറ്റത്തില്ല, അതെനിക്ക് മനസ്സിലായി. മാധവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാധവൻ വരുന്നത് കുട്ടനാട്ടിൽ നിന്നാണ്, അവിടെ ഒരുപാട് ചളി ഉള്ളതുകൊണ്ട് മാധവൻ എളുപ്പമാണ്. മാധവൻ ഫേമസ് കോമഡിയാണ്. റെഫറൻസ് നോക്കാം കഴിഞ്ഞ മാധവന്റെ പെർഫോമൻസിന്. ലിങ്ക് ലിങ്കിങ് അടിയിൽ എഴുതി പോകും. ആക്ച്വലി നിങ്ങള് ഇങ്ങനെ ഒരു സാധനം ആദ്യമായിട്ട് ആരുടെ തലയിലാണ് ഉദിച്ചത്? ഇങ്ങനെ കൊച്ചിൻ കോമഡി കോമഡി കളയല്ല, കൊച്ചിൻ കോമഡി പ്രോജക്ട്. കലാപടത്തിന്റെ പ്രൊമോഷനിൽ കുറച്ച് പൈസ ഇട്ടാണ്ട് ഒരു തമാശ അല്ല, അത് പിന്നെ കട്ടിങ് ഷേവിങ് പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ എടുത്തു തരാനൊന്നും പറ്റില്ല. കുറച്ച് പൈസ താന്നിട്ട് ഞാൻ പറയാം. കൊച്ചിൻ കോമഡി പ്രൊജക്ട് ശരിക്കും ഐഡിയ വരുന്ന ആളുകൾ രണ്ടുപേരും. കാരണം ഇംഗ്ലീഷുകാരല്ലേ, ഇംഗ്ലീഷ് അവരെ സായിപ്പന്മാരാണ് ഇംഗ്ലീഷ് നമ്മളെല്ലാത്തിനും ചെയ്യുന്നതാണ്. അതന്നെ അവർ മംഗ്ലീഷിലാണ് ചെയ്തത്. ഇംഗ്ലീഷ് മലയാളം മിക്സ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇവിടെ ഓൾറെഡി വേറെ കളക്റ്റീവുകളുണ്ട്, വർക്ക് ചെയ്യുന്ന വേറെ കളക്റ്റീവ്സ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നുണ്ടായ ഐഡിയ അവർ രണ്ടുപേരും കൂടെ സ്റ്റാർട്ട് ചെയ്ത് ദീപക് ഐഡിയ പറഞ്ഞു, അവർ ഒരുമിച്ച് ഫൗണ്ടറും കോ ഫൗണ്ടറും എന്ന് വേണമെങ്കിൽ പറയാം. ദീപക് ഫൗണ്ടറും ശബരി കോ ഫൗണ്ടറുമാണ്. അതിലേക്ക് അവർ നോക്കിയപ്പോൾ അവർക്ക് സ്റ്റാർഡം ഇല്ലായിരുന്നു. അവർക്ക് സ്റ്റാർഡം ഇല്ലായിരുന്നു. അപ്പൊ അവർ നോക്കിയപ്പോൾ 2 സ്റ്റാർഡമുള്ള ആളുകൾ വന്നു, ജോയും മഹാദേവനും. അനീസിനെ പുറത്ത് ഞാൻ പറയാം അത്യന്തം അനീസ് വന്നപ്പോ കുറെ കൂടി ഇപ്പൊ മഹാദേവൻ എവിടെ ഉണ്ടെന്ന് മഹാദേവൻ അറിയില്ല, അനീസിന് മനസ്സിലായില്ലേ? ജോൺ എവിടെയുണ്ട്, ജോൺ അടുത്ത പരിപാടി എവിടെയാണ്, എന്തൊരു ജോണിന്റെ കല്യാണം എന്താണ്, അത് ആരുടെ കൂടെയാണ് എല്ലാം അറിയുന്നത്. അത് കറക്റ്റാ. കാരണം എന്താണെന്നറിയോ, ഞാനിവിടെ ഇവര് എല്ലാരും പല സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. മഹാദേവൻ വന്നിട്ടില്ലേ, മഹാദേവൻ എന്താ വരാത്തെ? അത് ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എവിടേക്ക് നോക്കാം, ഞങ്ങൾ കാക്കനാട് നിൽക്കുക. കാക്കനാട് എവിടെ മഴയുടെ ഒരു ലക്ഷണം പോലും കാണുന്നില്ല. അപ്പൊ മഴയോ, അത് എവിടെയാണ് ഭയങ്കരമായിട്ട് മഴ? അല്ല, ഇവിടെ മഴ പെയ്യുന്നില്ല, പക്ഷെ ആ അരൂര് ഭാഗത്ത് തന്നെ മഴ. ഇതാണല്ലേ പണി നമ്മുടെ പ്രീമിയം സമ്മതിക്കണം. എന്നെ കോമഡി എനിക്ക് ശബരിക്ക് കരച്ചിലൊക്കെ ഒരു അതെ, അങ്ങനെയല്ലേ? ഞാൻ കോളേജിലെ ക്രിക്കറ്റ് ടീമിലും ഫുട്ബോൾ ടീമിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ക്രിക്കറ്റ് കളിക്കാൻ ഫുട്ബോൾ കളിക്കാൻ അറിയില്ല. ഞാനായിരുന്നു ടീമിന്റെ മാനേജർ. അപ്പൊ അവിടെ മാനേജറിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് എന്നെ 11th മാനായിട്ട് ടീമിലെടുക്കും. അതുപോലെ തന്നെ എനിക്ക് കോമഡി പറയാൻ അറിയില്ലെങ്കിൽ ഇവരുടെ കൂടെ മാനേജറിന്റെ ആവശ്യമാണ്. ഇവിടെ വേറെ ആരാണ്ട് പറഞ്ഞു 12th മാനായിട്ട് എടുത്തിട്ടുണ്ടെന്ന്. അതെന്താ ശബരി? ഇപ്പം ധോണിയൊക്കെ ആണെങ്കിലും ഒരു കളി കളിച്ചില്ലെങ്കിൽ വെള്ളം കൊണ്ടു കൊടുക്കും. അപ്പൊ അങ്ങനെ ടോപ്പിലുള്ളവരൊക്കെ ഇങ്ങനെ വിനയം കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് ഞാൻ വെള്ളമൊക്കെ എപ്പോഴും കൊണ്ടുവരാറുണ്ട്. അത് ചിരിച്ചെന്ന് ഭാഗ്യം അതിന്റെ എന്താണ് ഇങ്ങനെ ഇനാക്റ്റീവ് മെമ്പർ ആയിട്ടിരിക്കണേ? ഞാനിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ പറ്റുന്ന കോമഡി എന്താണെന്നാണോ? അല്ല, ഞാനിങ്ങനെ എവിടെ കേറി അടിക്കാന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞങ്ങളൊക്കെ കയറി അടിച്ചോണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പുള്ള ഇന്റർവ്യൂലൊക്കെ പുള്ളി ഇങ്ങനെ സംസാരിച്ചിട്ട് അവസാനം കട്ട് ചെയ്തിട്ട് ക്യാമറ എടുത്തോണ്ട് പോവായിരുന്നു. ആ പേടിയുണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ പയ്യെ ചേട്ടൻ ഇതുവരി ട്രൈപ്പോഡ് അപ്പോഴും പറഞ്ഞോണ്ട് സോറി. ഞാൻ അത് നോക്കുമ്പോ ഞാൻ യൂട്യൂബിൽ കണ്ടു. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ബൈക്ക് ഊരിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ടോ? ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ആളാണ് ഇതിനകത്ത് ഏറ്റവും വിലപ്പെട്ട കൊമേഡിയൻ ആണെന്ന് പറഞ്ഞ ആൾ അവിടെ സൈഡിൽ ഒതുങ്ങിയിരിക്കുന്നു. ജോൺ എന്താ ഇപ്പൊ? ജോണിന് ആക്ച്വലി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ജോ ജോക്സിൽ. പക്ഷെ ആകെ ഉള്ളത് 9 വീഡിയോയും 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ആണ്. ഈ 9 വീഡിയോ, ഒരു 4-4.5 മിനിറ്റുള്ള വീഡിയോ കണ്ടിട്ട് ഇത്ര ആൾക്കാർ ഉണ്ടാക്കാനുള്ളത് എങ്ങനെ സാധിച്ചത്? ഇത്രയൊക്കെ വളർച്ച ഉണ്ടാവും പ്രതീക്ഷിച്ചായിരുന്നു? പിന്നെ എന്റെ ആ ചാനലിൽ നിന്ന് എനിക്ക് ഈ മഴവിൽ മനോരമയിലേക്ക് എന്നെ സെലക്ട് ചെയ്ത് അതിലത്തെ വീഡിയോ കണ്ടിട്ടാണ്. ഫൺസ് അപ്പോണ ടൈമിലേക്കും എടുത്ത വീഡിയോ വെച്ചിട്ടാണ്. തരക്കേടില്ലാത്ത ചാനലാണ്. അതെ, തരക്കേടില്ലാത്ത ചാനലാ. പക്ഷെ വർഷത്തിൽ 3 മാസം കൂടുമ്പോ ഒരു വീഡിയോ ചെയ്യുള്ളൂ. കഴിഞ്ഞ 6 മാസമായിട്ട് ചെയ്തിട്ടില്ല. ബിസി ആയിരുന്നു. നേരത്തെ പറഞ്ഞ ഊബർ റോഡുണ്ട് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഹൈലൈറ്റ് മോളിലാണ് നമ്മൾ ഇവന്റ് ചെയ്തത്. അപ്പൊ അവിടെ ഇങ്ങനെ പോണ വഴിയൊക്കെ എല്ലാരും ജോണിനെ തിരിച്ചറിയുന്നുണ്ട്. നമുക്കൊക്കെ എന്ത് ഇടയ്ക്ക് മാത്രം ജോണിനെ കണ്ടപ്പോഴല്ലേ ഞാൻ പറഞ്ഞത്, ജോണിനെ മാത്രം എനിക്ക് മനസ്സിലായി.
ഇത്രയും പേര് ഇവിടെ നിന്ന് ഇവരുടെയൊക്കെ വീഡിയോ ഞാൻ കണ്ടിട്ടുമുണ്ട്. ശബരിമലത്തെ 2 ഓർഡറും പറഞ്ഞു ചായ എടുത്തോണ്ടരാ ഞാൻ ഒരു സെക്കൻഡ് അപ്പൊ 2 ചായ പുള്ളി എന്തായാലും ഒരു മഴയാണ് എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു ഇതിനകത്ത് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ച ഒരേ ഒരാള് ജോൺ മാത്രമാണെന്ന്. അല്ലേ? അങ്ങനെ പറഞ്ഞു. പക്ഷെ ആരാന്നൊന്നും അറിയുന്നു. അല്ല, ഈ ബാഗി മുടിയൊക്കെ കൊണ്ട് റെക്കഗ്നൈസബിൾ ഫിഗർ ആണ് ജോൺ. ജോൺ മഹാദേവ്. ഒരു കൂട്ടത്തിൽ നിന്ന് എളുപ്പം ജോണിന് ജോണിന്റെ കുറെ സ്റ്റേറ്റസും റീലുമായിട്ടൊക്കെ ഓടിയിട്ടുണ്ട്. അപ്പൊ വീണ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. അവിടെ എന്നിടയ്ക്ക് എന്തോ ഒരു ചളി അടിച്ചിട്ട് എന്തൊരു അവനെ പറ്റി പറയാൻ ജോണെ മഹാദേവനെയാണ് തിരിച്ചറിയുന്നത്. അതായത് ജോൺ ഇങ്ങനെ നിൽക്കുമ്പോ തൊട്ടപ്പുറത്തെ ഒരു മഹാദേവനെ കൂടി നോക്കും. അപ്പൊ അങ്ങനെ ജോൺ ഇങ്ങനെ കാണുമ്പോ ആൾക്കാർ ശൗചാലയം മഹാദേവനെ ശൗചാലയം ജോൺ ഫേമസ് സെറ്റ് ആണ് പബ്ലിക് ടോയ്ലറ്റിനെ പറ്റി ജോൺ ചെയ്തതാണ്. ഒന്ന് പറയാം. അയ്യേ അതങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ പാട്ട് പഠിക്കുന്നവരല്ല ഇത് കേട്ടോ. ഒരു കോമഡി പിന്നെ പറഞ്ഞത് ചിലപ്പോ അത് ശരിയാ. അല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വേറെ ഇന്റർവ്യൂല് പറഞ്ഞ തമാശയാന്ന് പറഞ്ഞിട്ട് ഒരു തമാശക്ക് ഇപ്പൊ തന്നെ തേച്ചിട്ടുള്ളൂ. എങ്കിൽ ഞാൻ ആ ടാസ്ക് മഹാദേവനിലേക്ക് വേണ്ട ആൾക്കാരൊക്കെ തിരിച്ചിടുന്നത് പുള്ളിയല്ലേ ഫേമസ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ വർത്താനം പറയുന്നത് എനിക്ക് തോന്നുന്നത് അനീസാന്ന് തോന്നുന്നു. അതിനായിരിക്കല്ലേ നിങ്ങൾ മാനേജറിന് അനീസിന് ഇപ്പൊ ഒരാളൊക്കെ ഫോൺ ചെയ്ത് ഷോ ബുക്ക് ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ നേരം സംസാരിച്ചിട്ട് അനീസ് വെക്കുള്ളൂ. അവസാനം അയാൾ വേണ്ടെന്ന് വെച്ചിട്ട് പോവോ? മീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അനീസ് വർത്താനം പറഞ്ഞ മുടക്കിയ ഷോകൾ വല്ലതും ഉണ്ടോ? ഇല്ല അനീസ് അത് ആർക്കെങ്കിലും ഒരാൾക്കായിട്ട് എത്തിച്ചേരും. അവസാനം ഒരു ബഡ്ജറ്റ് പറഞ്ഞൊരു 5000 ഒക്കെ ഉള്ളതെന്ന് പറയുമ്പോ ശബരീനൊക്കെ ആദ്യം അനീസ് അതൊരു 30 ലക്ഷത്തിന്റെ ഇത് കൊടുക്കും. നമ്മളെല്ലാവരും അല്ല 30,000 രൂപയുടെ. എന്നിട്ട് ഇല്ല നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടെന്ന് അവസാനം ചോദിക്കും. അപ്പൊ ശബരീനോടാണ് ഫ്രീ ആണെന്ന് ഞാൻ 750 ഓൺലൈൻ ഷോ ചെയ്യും. ചിരിച്ചിട്ട് പറയുന്നുണ്ട് അല്ല, അത് ഞാൻ ചളി ആസ്വദിക്കുന്ന ഒരാളാണ്. മാത്രമല്ല ഒരുപാട് ഉത്പാദിപ്പിക്കുന്ന ശരിക്കും എല്ലാരും ചെറിയ ആസ്വദിക്കുന്ന ആൾക്കാർ. അതെ, പക്ഷെ എനിക്ക് വരുന്ന കമന്റുകൾ വരുമ്പോ അങ്ങനെ തോന്നാറില്ല. അല്ല ചിരിച്ചിട്ടാണ് ഈ ആൾക്കാർ കമന്റ് ചെയ്യും. ഞാൻ ചിരിച്ചല്ലോ എന്നുള്ള ഓർമ്മയിലാണ് ആൾക്കാർ. ഇവിടെ ഞാൻ ഒരെണ്ണം പറഞ്ഞു ഇങ്ങനെയാണ് അനീസ് ഞങ്ങളെ സാന്ത്വനിപ്പിക്കാറ് കമന്റ് വരുമ്പോ. അനീസ് അങ്ങനെ വേദന തോന്നിയ കമന്റുകൾ എന്തെങ്കിലും ഉണ്ടോ? നീക്ക് എന്തോന്നാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് എനിക്ക് അങ്ങനെ കമന്റ് കിട്ടിയിട്ടില്ല. എനിക്ക് അങ്ങനെ അധികം കമന്റ് കിട്ടാറുണ്ട്. കിട്ടിയത് ആർക്കാ ഇതിനകത്ത്? മഹാദേവന് കിട്ടാറുണ്ട്, ജോണിന് കിട്ടാറുണ്ട്. അല്ല, ചീത്ത വിളിക്കുന്ന കമന്റ് നമ്മൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചില റെഫറൻസുകളൊക്കെ ലൈറ്റ് ആയിട്ട് അപ്പൊ അത് ഏതെങ്കിലും ആശയക്കാരെ ഹർട്ട് ചെയ്യും. ഒരു സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ശൗചാലയത്തിന് കുറെ പേര് ചിലര് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു പൊളിറ്റിക്കൽ സൈഡാണ് കണ്ടത്. അതില് തുടങ്ങുന്നുണ്ട് പെട്രോൾ പ്രൈസിന്റെ ഹൈക്കിനെ പറ്റിയിട്ട്. ഈ ശൗചാലയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ കിടക്കുന്നുണ്ട് മഴവിൽ മനോരമയിലെ പ്രോഗ്രാം അല്ലെ? ഞാൻ ഈ ലൈവായിട്ട് സ്റ്റാൻഡപ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എപ്പോഴും വന്ന ആൾക്കാർ ഇത് ചിരിക്കാൻ ആൾക്കാരെ കാശ് കൊടുത്താണ് ചിരിക്കുന്നത്, ഇത് ദിവസക്കൂലിക്കാണോ എന്നുള്ള സംഭവം. ദീപകിനെ ഹർട്ട് ചെയ്യുന്ന കമന്റുകൾ വന്നത് ദീപകിന് മൊത്തത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇൻഫീരിയോറിറ്റി ഫീൽ ഉണ്ടാവും എന്റെ കോമഡി വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആൾക്കാർ എന്നിട്ട് ചിരിക്കാൻ ആളിനെ കാശ് കൊടുത്ത് ഇരുത്തേക്കാണെന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ട് ദീപകിന് ഹർട്ടാവും. പക്ഷെ എനിക്കറിയാം എന്റെ കോമഡി നല്ല നെഗറ്റീവ് കമന്റ് ഇട്ടാലും കുഴപ്പമില്ലെന്ന്. അതിന്റെ ഇടയിൽ അവൻ കമന്റ് അങ്ങനെ ഞാൻ ആണെന്ന് എനിക്കിതിന്റെ കാര്യമില്ലത്. അല്ല, എന്തായാലും നിങ്ങളെ വേദനിപ്പിച്ച ഏതെങ്കിലും കമന്റുകൾ ഉണ്ടോ? വേദനിപ്പിച്ച കമന്റാണോ? ശബരിക്ക് തെറപ്പി സെഷനാണിത്. ശബരി തുറന്നു കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞ 5000 രൂപയുടെ സാധനം വരെ നല്ല വിഷമം. ശബരി എന്ത് റീൽ ഇടാറുണ്ട്? ശബരിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റാൻഡപ്പ് ശബരി. ശബരി സ്റ്റാൻഡപ്പിന് സ്വന്തമായി ഡേറ്റ് എടുത്ത് പേരിന്റെ കൂടെ കൊണ്ടു നടക്കുന്നതാണ്. സ്റ്റാൻഡപ്പ് ശബരി എന്നാണ് ശബരി ഇൻസ്റ്റാ ഐഡി. എല്ലായിടത്തും സ്റ്റാൻഡപ്പ് ശബരി എന്നാണ് പറയുന്നത്. താങ്ക് യു. പക്ഷെ ശബരി പെർഫോം ചെയ്ത് തുടങ്ങുമ്പോൾ ആൾക്കാർ പറയും ഷട്ടപ്പ് ശബരി. മൂന്നാം ക്ലാസ്സിൽ ജോക്കാണത്. എന്നാലും എനിക്കത് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം ഇത്രയും ആ ജോക്ക് ശരിക്കും ജോൺ ജോടെയാണ്. ഈ ജോക്കിൽ 2 പേരുടെ ആവശ്യം ഉണ്ടായിരുന്നു.
ഇതെല്ലാം അവിടെ ഇവിടുന്നൊക്കെ ഞാൻ ദീപകിന്റെ ഫോളോവറാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജോക്ക് നോട്ട് ചെയ്യാറുണ്ട്. എനിക്ക് എന്താ നിങ്ങളുടെ ഇവിടെ വന്നിരുന്നത് ഭയങ്കരമായിട്ട് എനിക്കൊരു പ്രതീക്ഷ വന്നു, ഇതിനേക്കാളൊക്കെ നന്നായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോന്നലൊന്നും. അങ്ങനെ തന്നെ ഞാൻ മനോരമയിലത്തെ ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോ പിന്നെ സ്റ്റാൻഡപ്പ് ചെയ്യാൻ വന്നവരും പറഞ്ഞത് ഇതിൽ നന്നായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റുന്നു. മാധവനൊക്കെ അങ്ങനെ വന്നു. എന്നിട്ട് എന്താ കുഴപ്പമുള്ള ഒരു കുഴപ്പമില്ല. ഏറ്റവും ബ്രൈറ്റ് സ്റ്റാർ അല്ലേ? ഇവര് തമ്മിൽ ഒരു മത്സരം പോലും അവിടെ നടക്കുന്നുണ്ട്, ആരാ ഏറ്റവും കൂടുതൽ ബമ്പർ അടിക്കുന്നുള്ള. അനീസാണ് നോക്കണം അത്. അനീസ് ഇങ്ങനെ കമന്റ് ഒക്കെ എണ്ണും. ഇവന് എനിക്ക് മെസ്സേജ് അയക്കും, മഹാദേവൻ ഈ പ്രാവശ്യം പമ്പർ തന്നെയാണ്. എന്നിട്ട് മഹാദേവൻ അയച്ചു വിടും. നീ ഇതും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നീ ജോണിന്റെ കൂടെ കട്ടൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയമാക്കും. മാറി ബമ്പർ അടിക്കും, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വരുമാനം ഉണ്ടാവുകയാണ്. എനിക്ക് മെസ്സേജ് അയക്കും, ഇവർക്കൊക്കെ യൂട്യൂബിൽ കമന്റും കിട്ടും. മലയാള സ്റ്റാൻഡപ്പ് കോമഡി ഇവരുടെ കീഴിൽ മറ്റേ വളർന്ന് പടർന്ന് പന്തലിച്ച് പുഷ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അതെ, നിറച്ച് പുഷ്പിച്ച് ഇവിടെ ഇരിക്കുന്നത്. ഇവര് മനഃപൂർവ്വം കണ്ടില്ലെങ്കിൽ ഇവരെ കണ്ടിട്ടെങ്കിലും ശരിയാ. ഞങ്ങളുടെ കയ്യിൽ മാത്രമല്ല, മൊത്തത്തിൽ. കാരണം ഒരുപാട് പേര് നമ്മളോട് ഷോ കാണാൻ പറ്റും പറയുന്ന ഒരു പോയിന്റ് ആണ്, നോർത്ത് ഇന്ത്യയിലും ഇംഗ്ലീഷിലും ഒക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടില് നമ്മുടെ ലാംഗ്വേജിൽ ആരും ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ഒരു വലിയ കൾച്ചർ ഉണ്ടാവട്ടെ. ലൈവ് സ്റ്റാൻഡപ്പ് കോമഡി മലയാളത്തിൽ അടിപൊളിയായിട്ട് വളരട്ടെ. അതെ, അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും ആ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ എനിക്കുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച്. DG ഫ്രഷ്മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DJ യുവർ 1 കപ്പ് മാജിക്. അതിഥി വന്നാൽ പിന്നെ എല്ലാം സ്പെഷ്യലാണ്. തിരഞ്ഞെടുക്കൂ അതിഥി മാർവൽ കേക്കുകളും റസ്കുകളും.